ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആക്ച്വലി വൈവിധ്യമാണ് ഈ ലോകം ഇത്രയും സുന്ദരമായിട്ട് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ഒരാൾക്ക് ആകർഷണമുള്ള ഒരു രൂപമായിരിക്കത്തില്ല, അല്ലെങ്കിൽ പെരുമാറ്റ രീതി ആയിരിക്കത്തില്ല മറ്റൊരാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റഗറി തിരിച്ച് മാത്രമേ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ലൈംഗികതയിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 10 പേരെ എടുത്താൽ അതിനോടുള്ള കാഴ്ചപ്പാട് 10 തരത്തിലായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ചിലർക്ക് ചില വ്യക്തികളോട് കൂടുതലായിട്ട് ആകർഷണം തോന്നുന്നത്, ഒരിഷ്ടം തോന്നുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും ആത്മവിശ്വാസമുള്ളവരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. അവരുടെ മൊത്തത്തിലുള്ളൊരു പേഴ്സണാലിറ്റി, അവരുടെ സംസാരം, നോട്ടം, അതുപോലെ തന്നെ ഡ്രസ് കോഡ്, ഇതൊക്കെ ആത്മവിശ്വാസത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അതുപോലെ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി, കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ എന്ത് തൊഴിൽ ചെയ്താലും അതിനകത്തുള്ള അവരുടെ പെർഫോമൻസ് വളരെ പ്രധാനമാണ്. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, എനർജി ലെവൽ. ഹൈ എനർജി ലെവലുള്ളവരെ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ആത്മവിശ്വാസവും എനർജി ലെവലുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് ഒരു വ്യക്തിയോട് ആകർഷണം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കൊരു ഇഷ്ടം വന്നാൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിഞ്ഞു. അതുപോലെ ചിലരെ സംബന്ധിച്ച് അവർക്ക് നല്ല കെയറിങ് മെൻറ്റാലിറ്റിയാണ്. ഏതൊക്കെ രീതിയിൽ അവരുടെ ഇണയെ തൃപ്തിപ്പെടുത്തണം ആ രീതിയിലൊക്കെ തൃപ്തിപ്പെടുത്താനുള്ളൊരു മനസ്സ് അവർക്കുണ്ട്. ഇത് സംസാരത്തിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിനകത്ത് പങ്കാളിയുടെ ആ സംതൃപ്തി ഉണ്ടല്ലോ, അവരുറപ്പ് വരുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പങ്കാളിയുടെ സന്തോഷത്തിനായിരിക്കും ഇതിനകത്ത് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ വിട്ടുപോകാൻ സ്ത്രീകൾക്കൊരു പ്രയാസമാണ്. സാധാരണയായിട്ട് 2 വ്യക്തികൾ തമ്മിൽ അടുക്കുമ്പോൾ അതിന് കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അവിടെ പോസിറ്റീവായിട്ട് സംഭവിക്കുമ്പം ഈ ഒരു എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ സ്നേഹത്തിൻ്റെ ഊർജം ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് സ്ത്രീകൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അതുപോലെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയമെടുത്ത് തന്നെ ചെയ്യണം, എങ്കിലേ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏതൊരു വ്യക്തി എടുത്താലും ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് കാര്യവും ആസ്വദിക്കുന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ പിന്നിൽ പല ഫാക്ടേഴ്സുണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ചില ആൾക്കാർ വെറുതെ വാചകം അടിക്കുന്നവരുണ്ട്. അവരെ ക്രമേണ തിരിച്ചറിയാൻ പറ്റും. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏത് കാര്യമാണെങ്കിലും പ്രാക്ടിക്കലാണ് പ്രധാനം. അതുപോലെ ഇത് ആസ്വദിക്കുന്നതിൻ്റെ ഫ്രീക്വൻസിയും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇതിനകത്ത് അവരുടെ ഫിസിക്കൽ, മെൻ്റൽ നേച്ചർ വളരെ പ്രധാനമാണ്. കൂടാതെ അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് കിട്ടിയിരിക്കുന്ന ഫാൻറ്റസി, ഇതൊക്കെ തന്നെ എത്രത്തോളം സ്ട്രോക്ക് വേണം എന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുപോലെ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവർക്ക് പുരുഷനോട് ആകർഷണം തോന്നുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണിതെങ്കിലും മറ്റ് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരണം, എങ്കിൽ മാത്രമേ ആ ആകർഷണം തോന്നത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ബുദ്ധിയുള്ള സ്ത്രീകൾ ഏത് സാഹചര്യത്തിലും ലൈംഗികതയ്ക്ക് 2ാം സ്ഥാനമേ കൊടുക്കത്തുള്ളൂ. ഇപ്പം ആരോഗ്യമായിട്ടുള്ള ഏത് കാര്യത്തോടും നമുക്കൊരിഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഓരോരുത്തരുടെയും ആസ്വാദന രീതിയാണ് കേട്ടോ. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ വലിയൊരു കെമിസ്ട്രി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പേഴ്സണാലിറ്റി ടൈപ്പ് വളരെ പ്രധാനമാണ് കേട്ടോ. ഉദാഹരണത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന നേച്ചറുള്ളവരുണ്ടല്ലോ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഉണ്ട്. അവർക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാനായിട്ട് കൂടുതൽ താല്പര്യം സി ടൈപ്പ് പേഴ്സണാലിറ്റിയോടായിരിക്കും. കാരണം ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുത്തില്ല, പ്രകടിപ്പിക്കത്തില്ല, അതുകൊണ്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. അതുപോലെ സ്ത്രൈണത കുറച്ച് കൂടിയ നേച്ചറുള്ളവരുണ്ട്. അവരെപ്പോഴും കൂടുതലായിട്ട് ആകർഷിക്കുന്നത് കുറച്ച് പൗരുഷം കൂടുതലുള്ളവരെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അത് എവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ അവിടേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക നേച്ചറുള്ളവരോട് ഇഷ്ടമുണ്ടാകണമെന്നില്ല. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.